ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മുളക് ബജ്ജി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 6 വലിയ മുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ സൈസ് എടുത്തേക്കുന്നത്. ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്യണം. ഇതിൻ്റെ തണ്ടും എല്ലാം ചേർത്ത് വേണം കട്ട് ചെയ്യാൻ. എന്നിട്ട് ഇതിൻ്റെ അരിയെല്ലാം കുറച്ച് എടുത്ത് കളയണം. അപ്പോൾ നിങ്ങൾക്ക് അരി വേണ്ട, എടുത്ത് കളയണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് കളയണ്ട. ഈ ഭാഗത്ത് വരുമ്പം കുറച്ച് എരിവ് കാണുമെന്നേ ഉള്ളൂ. എല്ലാ മുളകിനും ഇല്ല, ചില മുളകിനേ കാണത്തുള്ളൂ. ഇനി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി ഒരു ബൗളിലോട്ട് 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കണം. പിന്നെ 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ഈ ഇടിയപ്പപ്പൊടി ഇല്ല, അതാണ് ഞാൻ എടുത്തേക്കുന്നത്, 2 ടേബിൾ സ്പൂണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കണം. ഈ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് 2 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം, അത് സോഡാപ്പൊടി. പിന്നെ 1/2 ടീസ്പൂൺ കായപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി പൊടികളെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ബേക്കിംഗ് സോഡയെല്ലാം ഈ പൊടിയിലൊന്ന് നല്ലതായിട്ട് മിക്സ് ആവണം. പിന്നെ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോഴേ ശകലം വെള്ളം ഒഴിച്ച് വേണം ലൂസാക്കി എടുക്കാൻ. കുറച്ച് തിക്ക് ബാറ്ററായിട്ട് വേണം നമുക്ക് എടുക്കാൻ. ഇല്ലെങ്കിൽ ഈ മുളക് ഈ മാവിൽ പിടിക്കത്തില്ല, ഇങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ പിടിക്കാതെ ഇങ്ങനെ പോരും. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതേപോലെ ബാറ്റർ റെഡിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ച് കട്ടിയായിട്ട് വേണം നമുക്ക് മാവിരിക്കാൻ. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ മാവ് മിക്സ് ചെയ്തിട്ട് ഈ കട്ടയൊന്നും ഇല്ലാതെ നല്ലതായിട്ട് ഇതേപോലെ സോഫ്റ്റ് ആക്കി എടുക്കണം. കുറച്ച് നേരം നല്ലതായിട്ട് മിക്സ് ചെയ്യണം. ഞാനിപ്പോൾ 1 കപ്പ് കടലമാവിന് 1 കപ്പ് വെള്ളമാണ് എടുത്തത്. പക്ഷേ എനിക്ക് 1 കപ്പ് വേണ്ടി വന്നില്ല, ഒരു ശകലം വെള്ളം ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കി ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ തിക്കായിട്ട് ബാറ്റർ റെഡിയാക്കണം. കണ്ട് ഈ ഒരു പരുവത്തിരിക്കണം ബാറ്റർ. കുറച്ച് കട്ടിയായിട്ട് ഇഡ്ഡലിമാവിൻ്റെ ഒരു പരുവത്തിൽ, കണ്ടോ, ഈ ഒരു പരുവത്തിൽ വേണം ഇരിക്കാൻ. ഇനി ഇത് 1 മിനിറ്റ് ഒന്ന് നല്ലതായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യണം, ഈ മാവൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് പോരാത്ത ഉപ്പുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യണം. ഉണ്ടല്ലേ, ഈ ഒരു പരുവത്തിലെടുക്കണം. നമ്മൾ നല്ലതായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ വേണം ഇരിക്കാൻ. ഇനി നമുക്ക് ചീനിച്ചട്ടിയിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണയോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കണം. ഈ എണ്ണ ഇവിടെ നല്ലതായിട്ട് ചൂടാവട്ടെ, എന്നിട്ട് നമ്മൾ ഈ മുളക് ഇട്ട് കൊടുക്കാവൂ, അല്ലെങ്കിൽ ഇത് പൊങ്ങത്തില്ല. ഇനി നമുക്ക് ഈ ഓരോ മുളകും ഈ മാവിലൊന്ന് നല്ലതായിട്ട് കോട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ 2 സൈഡും തിരിച്ചും മറിച്ച് വിട്ട് നല്ലതായിട്ട് കോട്ട് ചെയ്തെടുക്കണം. എല്ലായിടവും നല്ലതായിട്ട് മാവ് മുങ്ങണം. നമുക്ക് ഈ ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ട് ഇത് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലതായിട്ട് ചൂടായിട്ട് ഇട്ട് കൊടുക്കാവൂ, എങ്കിൽ ഈ ബജ്ജി നല്ലതായിട്ട് പൊങ്ങി വരത്തുള്ളൂ. ഇത് നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് പൊങ്ങി വരുമല്ലോ, അതിന് ശേഷം നമ്മൾ തീ ഒന്ന് കുറയ്ക്കണം, ഒരു മീഡിയം ഫ്ലെയിമിലാക്കണം. എന്നിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. അതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഉടനെ ഇത് ഇളക്കുകയും ചെയ്യരുത്. ഇതിപ്പോൾ ഒരു സൈഡ് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നതിന് വരെ നമ്മളിങ്ങനെ തിരിച്ചിട്ട് കൊടുത്തത് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി ബാക്കി ഇരിക്കുന്ന മുളക് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഒരു മുളക് ഇട്ട് കൊടുത്തിട്ട് ഉടനെ തന്നെ അടുത്ത മുളക് ഇടരുത്. കാരണം ഈ ഒരു മുളക് ഇടുമ്പോൾ ഈ എണ്ണയുടെ ചൂട് ശകലം ഒന്ന് കുറയും. അപ്പം നമ്മൾ മുളക് ഇട്ട് കൊടുക്കുമ്പോൾ ആ ചൂടിൽ തന്നെ വേണം നമ്മൾ അടുത്ത മുളക് ഇടുമ്പോഴും ആ എണ്ണയുടെ ചൂട് ഇരിക്കാൻ. അപ്പോൾ ഒരു 4-5 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് ഇതുപോലെ അടുത്ത മുളക് ഇട്ട് കൊടുത്താൽ മതി, ഇച്ചിരി ഗ്യാപ്പ് ഇട്ട്. കാരണം എങ്കിലേ ഉള്ളൂ ഈ ബജ്ജി നല്ലതായിട്ട് പൊങ്ങി വരത്തുള്ളൂ, ചൂട് നല്ലതായിട്ട് ഇരിക്കണം. എന്നിട്ട് തിരിച്ചും ഇതുപോലെ ഈ ബജ്ജി കുറച്ചൊന്ന് പൊങ്ങി വന്നു കഴിഞ്ഞിട്ട് തീ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ ഇട്ട് കൊടുത്ത് ഇതായിട്ടുണ്ട്. ഇനി നമുക്കിതും കോരി മാറ്റാം. ഇപ്പോൾ ഈ ബജ്ജിയെല്ലാം ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയുള്ള ചമ്മന്തി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ചമ്മന്തിക്ക് വേണ്ടി ഞാൻ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ 2 ചെറിയ ഉള്ളി, 1 പച്ചമുളക്, 2 ടീസ്പൂൺ ഇതേപോലത്തെ പൊട്ടുകടല, നമ്മൾ ചമ്മന്തിക്കൊക്കെ അരയ്ക്കുന്ന കടലപ്പരിപ്പില്ലേ, കറുത്ത കടലയുടെ പരിപ്പ്, ഈ ഒരു സൈസ് കണ്ടില്ലേ, ഇതാണ് ഞാൻ 2 ടീസ്പൂൺ എടുത്തേക്കുന്നത്. പിന്നെ ഇച്ചിരി പുളിയും വേണം, മുളക് പൊടിയും വേണം, അത് ഞാൻ ചേർത്ത് കൊടുക്കാൻ നേരത്തെ പറയാം. ഇനി ഈ മിക്സിയുടെ ജാറിലോട്ട് ഇതെല്ലാം ഇട്ട് കൊടുക്കണം, ഓരോന്നായിട്ട്. ശകലം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം, ഒരുപാട് വേണ്ട. പിന്നെ ഈ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കണം. ഇതിലോട്ട് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഈ പുളി പേസ്റ്റ് ആക്കിയത് ഞാൻ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ശകലം പുളി എടുത്താൽ മതി.
ഇത് നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഒരു ചെറിയ പുളിയോടുകൂടി വേണം ഇരിക്കാൻ. അപ്പോഴായിരിക്കും ബജ്ജി മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലോട്ട് ശകലം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ഇതിലോട്ട് മിക്സിയുടെ ജാറ് കഴുകി ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി ഇച്ചിരി കൂടെ ഒന്ന് ലൂസാക്കണം. അപ്പോൾ നമ്മൾ ശകലം കൂടെ വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് ലൂസാക്കി എടുക്കണം. കണ്ടോ, ഈ ഒരു പരുവത്തിൽ വേണം ഇരിക്കാൻ. അപ്പോൾ ഉപ്പും പുളിയും എല്ലാം അപ്പോൾ ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഉപ്പും പുളിയൊക്കെ പാകത്തിന്, പുളിയൊക്കെ ലൈറ്റായിട്ടുണ്ട്. ഒരുപാടങ്ങ് പുളി ഇരിക്കരുത്, ഒന്ന് ലൈറ്റായിട്ട് ഇരിക്കുകയാകാം കേട്ടോ. ഒരുപാടങ്ങ് പുളിയായാൽ കൊള്ളത്തില്ല. ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കടുക് വറുത്തൊഴിക്കണം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കടുകും 2 വറ്റൽമുളകും ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതിലോട്ട് കടുക് വറുത്തൊഴിക്കണം. നമ്മൾ കടുക് വറുക്കുന്ന ചീനച്ചട്ടിയിലോട്ട് ഇതിട്ട് ഒഴിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഈ ചമ്മന്തിയുടെ ടേസ്റ്റ് മാറും. ഇതിലോട്ട് വേണം ഒഴിക്കാൻ. ഇപ്പം ഞാൻ കടുക് വറുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇവിടെ മുളക് ബജ്ജിയും ചമ്മന്തിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വൈകുന്നേരത്തൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു മുളക് ബജ്ജി ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണേ. താങ്ക്